മുഹമ്മദ് അഫ്സലിലേക്ക് ശ്രീ മുഹമ്മദ് അഫ്സൽ മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തു എന്നാണല്ലോ. ദൃശ്യങ്ങൾ അതിലില്ല എങ്കിൽ കൂടി, ദൃശ്യങ്ങളിൽ അത് കാണുന്നില്ല എങ്കിൽ കൂടി അവർക്ക് പിടലിക്ക് പരിക്കേറ്റിട്ടുണ്ട്, വേദനയുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുള്ള ചികിത്സയും നൽകുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സമരത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ആ സമരം അത് വലിയ പ്രതിഷേധമായിട്ട് മാറുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഈ KSUക്കാർ ഇവരെ കയ്യേറ്റം ചെയ്തു എന്നതിന് തെളിവില്ല. അത് തന്നെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. ഇവിടെ ശ്രീ തൗഫീഖ് ഇക്കാര്യം പറയുകയുണ്ടായി. ദൃശ്യത്തിലും അങ്ങനെയില്ല. ഇവിടെ ഇന്ന് ന്യൂസ് 18 ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ക്യാപ്ഷൻ തന്നെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മാത്രമല്ല തെറ്റായ ഒരു പ്രചരണം സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് നിങ്ങൾ നൽകിയിട്ടുള്ള ക്യാപ്ഷൻ? ഇവിടെ അഭിനയിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താ അഭിനയിക്കേണ്ട കാര്യം? എന്താണ് ഇവിടെയുള്ളത്? ആരോഗ്യമന്ത്രിക്ക് വീണ ജോർജിന് എന്തിന്റെ ആവശ്യമാണ് ഇവിടെ അഭിനയിക്കേണ്ടതുള്ളത്? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നമില്ല ശ്രീ അഫ്സൽ. കയ്യേറ്റം എന്നുള്ളത് നിങ്ങൾ പറയുന്ന കാര്യമാണ്, അഭിനയം എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നതാണ്. അതുകൊണ്ട് കയ്യേറ്റമോ അഭിനയമോ എന്ന് ചോദിച്ചാൽ ഏതാണ് എന്ന് പറയൂ. അതാണ് രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്ഷനിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംശയത്തിന്റെ ഏതെങ്കിലും കണിക അവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമരം നടത്തുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ തൗഫീഖ് പറയുമ്പോ തൗഫീഖ് ഞാൻ പറഞ്ഞോ? ഞാൻ ഒരു വാക്യം പോലും പൂർത്തീകരിച്ചിട്ടില്ല. വാക്യം പൂർത്തീകരിക്കട്ടെ, എന്നിട്ടല്ലേ വർത്താനം പറയേണ്ടത്. അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ എത്ര കാലമായി ഇവർ സമരം നടത്തുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ഇതാ കയ്യേറ്റം ചെയ്തു എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന നിലയുണ്ടായോ? ഇവിടെ വളരെ ആസൂത്രിതമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് 4 KSUക്കാർ ഒളിച്ചു നിന്നുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവുകയും ആരോഗ്യമന്ത്രിയുടെ പെടലിക്ക് അടിക്കുകയും ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യമന്ത്രിക്ക് ക്യാമറയായിട്ട് ഇവിടെ ആരോഗ്യമന്ത്രിക്ക് ഇപ്പോ വീഡിയോ എടുത്ത് ക്യാമറ എടുത്ത് നടക്കാൻ വേണ്ടി കഴിയുമോ? ഇവിടെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. എന്താ നിങ്ങൾ ഈ പറയുന്ന KSUക്കാർ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത് നിങ്ങളെല്ലാം ആ വീഡിയോയിൽ കാണുന്നില്ലേ? അവിടെ പോലീസും KSUക്കാരും ഒത്തുചേരുന്നത് കാണുന്നില്ലേ? ഈ പറയുന്ന വിധത്തിൽ ഈ ആക്രമിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് നിങ്ങളെ ബോധിപ്പിക്കണം എന്നാണോ പറയുന്നത്? കേരള ചരിത്രത്തിൽ ആദ്യമായ ഒരു വനിതാ മന്ത്രിയെ ആക്രമിച്ചിരിക്കുകയാണ് KSUവിന്റെ ഗുണ്ടാ സംഘം. എന്താ ഇവർ കരുതിയിരിക്കുന്നത്? ഈ നാട്ടിൽ ഈ മന്ത്രിക്കെതിരെ ആക്രമണം നടത്തി കലാപം കോപ്പൂട്ടുക എന്നുള്ളതല്ലേ? ഇവരിപ്പോ ഒരു കനകോലുവിനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആ കനകോലുവിനെ വെച്ച് രാഷ്ട്രീയ ക്ലച്ച് പിടിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഇവരൊരു യാത്രയൊക്കെ നടത്തി. ആ യാത്രയൊന്നും ആരും ശ്രദ്ധിക്കാതെ വരുന്നപ്പോ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്നൊരു സമീപനം സ്വീകരിക്കുന്നു. ഇങ്ങനെ മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ട് കനകോലു തന്ത്രമായിട്ട് നാട്ടിലേക്ക് വരാം എന്നാണോ നിങ്ങൾ കരുതിയത്? മന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു, സന്ദേശം നൽകി പ്രവർത്തിക്കാന്നാണോ നിങ്ങൾ കരുതിയത്? മന്ത്രിയെ കരിങ്കൊടി പ്രതിഷേധം ഏതെല്ലാം കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്? ഏതെല്ലാം കേന്ദ്രത്തിൽ ഇന്ന് പ്രതിഷേധം നടന്നിട്ടുണ്ട്? മഞ്ജുഷ ഞാൻ പറയുന്ന കേൾക്ക്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇവരെവിടെയെല്ലാം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. പയ്യാവൂരിലും പെരുങ്ങോത്തും അവിടെയൊക്കെ ഇവര് പ്രതിഷേധം നടത്തിയല്ലോ. അവിടെ ഒന്നും കയ്യേറ്റം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി നടന്നു പോകുന്ന സമയത്ത് 3-4 KSUക്കാർ ഒളിച്ചു നിന്ന് അങ്ങോട്ടേക്ക് മന്ത്രിയുടെ അടുത്തേക്ക് പോയി കയ്യേറ്റം ചെയ്ത് മന്ത്രിയെ ആക്രമിച്ചിട്ട് ഉളുപ്പും ഉരുമയും ഇല്ലാതെ ഈ കനകോലു തന്ത്രവുമായി മുന്നോട്ട് വരാമെന്നാണോ കരുതുന്നത്? ഇവിടെ ആരോഗ്യമന്ത്രി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആരോഗ്യമന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റു, ഈ KSUവിന്റെ ആക്രമണത്തിന്റെ ഭാഗമാണ് എന്നെവിടെയാ ആരോഗ്യമന്ത്രി പറഞ്ഞത്? എന്നെവിടെയാ CPM-ന്റെ പ്രതിനിധികൾ പറഞ്ഞത്? എന്നെവിടെയാ സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു വാർത്ത, അങ്ങനെ ഒരു സംസാരം അങ്ങനെ ഈ കൈക്ക് പരിക്കേറ്റു എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. കൈക്ക് പരിക്കേറ്റു ഈ തൗഫീഖ് എന്ന് പറഞ്ഞ സംസാരിക്കാതിരിക്കാൻ പറയാം. ഈ തൗഫീഖിനോടൊന്ന് എന്താ
ഇവിടെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ബന്ധപ്പെട്ട ഒരാളും പറഞ്ഞിട്ടില്ല. ഈ കനകോലുവിന്റെ ക്യാപ്സ്യൂളുമായിട്ട് തൗഫീക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ജനങ്ങളിൽ യേശും എന്ന് കരുതേണ്ട കാര്യമില്ല. തൗഫീക്ക് ഇവിടെ ഈ കേരളത്തിന്റെ ക്രമസമാധാന പാലനം, ആ ക്രമസമാധാന പാലനം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള വർത്തമാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തികേടും ചാനൽ മന്ത്രിക്കെതിരായി മന്ത്രിക്കെതിരെ വലിയ എന്തോ കയ്യേറ്റം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രീ എം എസ് വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അതിന്റെ ദൃശ്യങ്ങൾ അല്ല മഞ്ജുഷ, ഒരു സെക്കൻഡ്. എനിക്ക് ഈ പ്രകോപനം ഉണ്ടാക്കിയെന്ന ബഹുമാനപ്പെട്ട ഇടതു പ്രതിനിധി പറഞ്ഞതിനോടാണ്. നിങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യം എടുത്തിട്ട് നിങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യം ഈ പറയുന്ന ക്യാമറയിൽ എടുത്തിട്ട് അങ്ങ് കൊണ്ടുതരാം. അതെല്ലാം പോലീസ് അന്വേഷിച്ചു കണ്ടെത്തും. വിളിച്ചു പറയാതെ അല്പെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ ഇവിടെ എന്ത് വെല്ലുവിളിയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്ത് വെല്ലുവിളിയെ കുറിച്ചാണ് പറയുന്നത്? അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മന്ത്രിയെ ആക്രമിച്ചിട്ട് വീഡിയോ എടുത്ത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കണ്ണടച്ചിട്ടാക്കുന്ന 24/7 CCTV നിരീക്ഷണത്തിലാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ ആരോഗ്യമന്ത്രി മർദ്ദിച്ചെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അതിലുണ്ട്. അഫ്സലിനോട് ഞാൻ ശ്രീ എം എസ് വേണുഗോപാൽ, ശരി വേണുഗോപാൽ, അല്ല ദയവായി അല്ലല്ല തൗഫീഖ് നിർത്തോ. അല്ല വെല്ലുവിളിയുടെ സമയമല്ല. അപ്പൊ വന്നിരുന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്. അഫ്സൽ ഒന്ന് നിർത്തണേ. ആ പാട് അതാണ് തൗഫീഖ്. നിന്റെ കനകോലു തന്ത്രം പൊളിഞ്ഞു എന്ന് പറയുന്നത് അതാണ്. നിന്റെ കനകോലു പറയുന്നതാണ്. കൈക്ക് പരിക്കേറ്റു ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പറഞ്ഞിട്ടില്ല. ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞത്? ദയവായി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.